റൊണാൾഡീനിയോ ചെന്നൈ FC-യുടെ ജേഴ്സിയിലും ഇനിയസ്റ്റ മോഹൻ ബഗാന്റെയും ഇതുപോലെ കുറെ ലെജൻസിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ISL. ഇനിയസ്റ്റനെ 2023 മോഹൻ ബഗാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയസ്റ്റ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന്റെ സാലറി ഡിമാൻഡ് 66 കോടിയായിരുന്നു. മോഹൻ ബഗാന്റെ ടോട്ടൽ ബഡ്ജറ്റ് തന്നെ 71 കോടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവിടെ കഴിഞ്ഞു. അടുത്തത് റൊണാൾഡീനിയോ. ISL-ന്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ചെന്നൈ FC ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 12 മാസം കളിക്കാൻ 12 കോടി. ബട്ട് ഇൻ ദി എൻഡ് റൊണാൾഡീനിയോ refused and moved to Mexico. 2015 ഡ്രോഗ്ബ ATK ജോയിൻ ചെയ്യാൻ വളരെ അടുത്തെത്തിയിരുന്നു. ബട്ട് ഫോർ ഹിം MLS ഡീൽ വാസ് ബെറ്റർ. ഇതിനുശേഷം കക്കേനെയും ATK അപ്രോച്ച് ചെയ്തിരുന്നു. സംസാരം നടന്നിരുന്നു. ഏജന്റ്സ് were found but in the end ഡീൽ ഫൈനലൈസ് ആയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലി മാരിയോ ബലോട്ടെല്ലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് തന്റെ ഡിസിപ്ലിനറി റെക്കോർഡ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ISL-ൽ ഏത് ലെജൻഡിനെയാണ് നിങ്ങൾക്ക് കാണാൻ ഇനി ആഗ്രഹം?